മീഡിയ വൺഡേ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് ഒമാനിൽ ഉജ്ജ്വല തുടക്കമായിരിക്കുകയാണ്. ഒന്നാംഘട്ട അവാർഡ് വിതരണം സലാലയിൽ തുടരുകയാണ്. പഠനത്തിൽ മികവ് പുലർത്തിയ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഡോക്ടർ നാസർ അൽ ഹമ്മാർ അൽ ഖതീരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി അലി കൂട്ടായി ചേരുന്നുണ്ട്. അലി, എങ്ങനെ നടക്കുന്നു പരിപാടി? ധന്യ, ഒമാൻ സമയം 8 മണിക്കാണ് സലാലയിലെ ലുബാൻ പാലസിൽ വലിയ രീതിയിലുള്ള നമ്മുടെ മീഡിയ വണ്ണിൻ്റെ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിൻ്റെ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഒമാനിലെ ആദ്യ പരിപാടിയാണ്, ഒമാനിലെ ആദ്യഘട്ടമാണ് സലാലയിൽ നടക്കുന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 90% മുകളിൽ മാർക്ക് നേടിയ ഒമാനിലെ മികച്ച വിദ്യാർത്ഥികളെ മീഡിയ വൺ ആദരിക്കുന്ന പരിപാടിയാണ് മീഡിയ വൺ ഗൾഫ് ടോപ്പേഴ്സ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ലുബാൻ പാലസ് നിറഞ്ഞു കവിഞ്ഞ വേദിയായി മീഡിയ വണ്ണിൻ്റെ ഗൾഫ് ടോപ്പേഴ്സിൻ്റെ വേദി മാറുന്ന കാഴ്ചക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവരുടെ പുരസ്കാരം അവരെ മീഡിയ വൺ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഡോക്ടർ നാസർ അൽ ഹമ്മാർ അൽ ഖതീരിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. മീഡിയ വൺ നടത്തുന്ന പരിപാടിയിൽ വലിയ രീതിയിലുള്ള സന്തോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. തുടർന്നും ഇത് തുടരണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ ഒമാനിലെ രണ്ടാം ഘട്ട ഗൾഫ് ടോപ്പേഴ്സ് നടക്കുന്നത് മസ്കത്തിലാണ്. മസ്കത്തിലെ റുസൈലിൽ മിഡിൽ ഈസ്റ്റ് കോളേജിൽ 15-ാം തീയതിയാണ് പരിപാടി. 200-ൽ പരം വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ അവസാനിച്ചിട്ടില്ല, ഇനിയും വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും തുറന്നിട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ലുബാൻ പാലസ് നിറഞ്ഞു കവിഞ്ഞ് ഒരു വേദിയായി മാറുകയായിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മീഡിയ വണ്ണിന്റെ ആദരം ഏറ്റുവാങ്ങിയത്. തന്നെ ശരി അല്ലേ.